ഇന്ന് അച്ഛനും മോനും കൂടി രാവിലെ തന്നെ പോയിട്ടോ സ്കൂളിലേക്ക് കാശിക്കൊണ്ട് ഏട്ടൻ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞുകൊണ്ട് കാശിക്കൊണ്ട് അച്ഛൻ്റെ കൂട്ടത്തിൽ വേഗം സ്ഥലം വിട്ടിട്ടോ. അപ്പോൾ 7:15 രണ്ടുപേരും സ്ഥലം വിട്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ കേട്ടോ. കുറച്ചെന്ന് വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു അലാറം വെച്ച് കിടന്ന ഒരു മണിക്കൂർ എണീച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങാത്തയാണ്ടോ. പക്ഷെ എന്തോ കിടന്ന് ഉറങ്ങിച്ചിരി നേരം എന്നിട്ട് എണീച്ചിട്ടോ. മുറിയിലാണെങ്കിൽ മൊത്തം മെസ്സായി കിടക്കുവാണേ. കാശിക്കൊണ്ടാണെങ്കിൽ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് ഓരോ സാധനങ്ങളൊക്കെ ടിഷ്യൂ ഒക്കെ വാരി വലിച്ചൊക്കെ കിടക്കുവാണേ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അടുത്ത പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ബെഡ്ഷീറ്റ് പറഞ്ഞാൽ പുതിയ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായി. അത് വിരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചോദിക്കും എന്തിനാ ഇവിടെ ബെഡ്ഷീറ്റ് കിട്ടില്ല, എന്തിനാ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് ചോദിക്കും. എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് അപ്പം അങ്ങനെ മേടിച്ചാൽ ഈ ബെഡ്ഷീറ്റിൻ്റെ സെറ്റിൻ്റെ കൂട്ടത്തിൽ 2 കുഞ്ഞ് കുഷ്യനും കൂടി കൂട്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ 2 പില്ലോ കവറും ഒരു ബെഡ്ഷീറ്റും 2 കുഞ്ഞ് കുഷ്യനും കൂടി ചെയ്യുമ്പോഴേ നമ്മൾ കിടന്ന ബെഡും ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ചിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിടക്കൂട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും ഗൈസ്. പിന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത കുറേ പുസ്തകങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിട്ടോ. പിന്നെ കോർണറിൽ ലൈറ്റ് കുഞ്ഞ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓണാക്കി പ്രവാസ ജീവിതം നയിക്കുന്ന കെട്ടിയമാരുടെ ഭാര്യമാരുണ്ടല്ലോ, ജോലിക്ക് പോകാണ്ട് വീട്ടിലിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരോട് കുറേ പേര് ചോദിക്കും നിങ്ങൾക്ക് അവിടെ എന്താ പണി, ബോറടിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ. ആക്ച്വലി കുട്ടികളുള്ള വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം പോകുന്നതേ അറിയില്ല. ഇനി നിങ്ങൾ കുട്ടികളൊന്നും ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നല്ലപോലെ ബോറടിക്കും കേട്ടോ. എങ്ങനെ സമയം പോകുമെന്ന് പോലും അറിയത്തില്ല. ഇനി ആ ഹസ്ബൻഡ്മാരൊക്കെ വരുമ്പോൾ അല്ലേ പുറത്തിറങ്ങി നടക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ബോറടി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബോറടി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ റൂമൊക്കെ ക്ലീൻ ആക്കി നല്ല കുട്ടപ്പനാക്കി വെച്ചത് ഇച്ചിരി നേരത്തേക്കാണല്ലോ കാശുകൊണ്ട് വന്നേമ്പോൾ അത് കൊളാക്കും. അങ്ങനെ റൂമൊന്ന് ക്ലീൻ ആയി കഴിഞ്ഞപ്പോൾ ഇന്നലെ വായിച്ച ബുക്കിൻ്റെ കുറച്ച് പേജ് കൂടി ബാക്കി വായിക്കാണ്ടായി. അതങ്ങോട്ട് വായിച്ച് തീർത്തിട്ടോ. പിന്നെ നേരെ പോയി മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു വാഷ്റൂമിൽ പോയി ഫ്രഷായി. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ടൊക്കെ പോവുക. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ പാത്രം കഴുകാണ്ട് പാത്രം കൂടി കിടക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ കഴുകിയിട്ടോ, നിറയുമ്പോഴേ ഞാൻ കഴുകത്തുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അതൊരു ബാഡ് സ്വഭാവം അല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ്. പിന്നെ ഞാൻ പോയിട്ട് പാത്രം കഴുകി വെക്കാമെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഹോള് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഞാനാണെങ്കിൽ അരി ഇങ്ങനെ കുതിർക്കാനിട്ടുണ്ടായി ദോശക്ക് അരക്കാൻ വേണ്ടിയിട്ട്. അത് രാവിലെയാണ് അരച്ചത്. ഇന്നലെ രാത്രി അരക്കാൻ മറന്നുപോയി. മിക്സിയിലുണ്ടായ ബാക്കി ദോശ മാവ് എടുത്ത് മുഖത്ത് അങ്ങോട്ട് വാരിപ്പൂച്ചി കഴിച്ച് കുറച്ച് ഉണങ്ങുമ്പോൾ കഴിക്കളയല്ലോ. അങ്ങനെ പാത്രമൊക്കെ അതിനിടക്ക് ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കമീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു മോരും കാച്ചി. സൗദിയിൽ വന്ന ശേഷം തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചത് തന്നെ കേട്ടോ. ഷാൻജി ചേട്ടൻ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളൊരു ഷാൻജി ചേട്ടൻ ഫാൻ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോരട്ടെ. അങ്ങനെ മോരൊക്കെ കാച്ചി കുളിയൊക്കെ കഴിഞ്ഞൊരു പുസ്തകം വായിക്കാമെന്ന് വെച്ചിട്ടോ. അതിനിടയ്ക്ക് ഞാൻ എക്സസൈസും കൂടി ഇതിൻ്റെ കൂടുതൽ ചെയ്യൂട്ടോ. അപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, വെറുതെ മീൻസ് പുസ്തകം വായിക്കില്ല, അതിനിടയ്ക്ക് എക്സസൈസും കൂടി നടന്നാൽ 2 കാര്യം ഓക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാച്ചിക്കൂടി വരാറായപ്പോൾ തന്നെ എന്തോ ഒരു കളത്തരം മുഖത്തുണ്ട്. കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ കൊണ്ടായ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അതൊന്നും ഒരു പുത്തിരിയായിട്ടില്ലാത്ത കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കില്ല. എല്ലാ ദിവസവും കൊണ്ടാണ് ഭക്ഷണം അതുപോലെ തന്നെ തിരിച്ചുകൊണ്ടിരും ഗൈസ്. പിന്നെ കഞ്ഞി കൊടുക്കാൻ കഞ്ഞി എടുത്തു. അതിനിടയ്ക്ക് ഇതുപോലെയൊക്കെ കാട്ടി കൂട്ടിക്കൊണ്ടിരിപ്പുണ്ട്. കാനേന്ന് വെള്ളമൊക്കെ ഇതുപോലെയാണ് വലിച്ചുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പശുക്കുട്ടി പാലുടിക്കുന്നോട്ട്. ഇനിയാണ് ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ പോകുന്നത്, ഫുഡ് കഴിപ്പിക്കില്ല. അതൊരു ചടങ്ങാണ് ഗൈസ്. അപ്പോഴത്തേക്ക് നേരെ ഒരു 3 മണി ആവട്ടോ. പിന്നെ എന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും അൽക്കൊലത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഡ്രൈവിംഗ് ഓടിക്കണോ എങ്കിലും നേരെ ഇങ്ങോട്ട് പോയി കാശ് കൂടെ നല്ല അസലായിട്ട് ഡ്രൈവിംഗ് ഓടിപ്പിച്ചു കേട്ടോ. ഇതാ കേട്ട് നോക്കും. ഇത് വണ്ടി മാറ്റാൻ വേണ്ടി, ഈ വണ്ടിയുടെ മാറ്റാനല്ല, വേറെ എന്തെങ്കിലും ചുറ്റുകൾ മാറ്റാൻ വേണ്ടി.